ഓക്കെ ഞാനിന്ന് ഈ ടെമ്പിളിൽ വന്നില്ലേ, ടെമ്പിളല്ലോ അമ്പലം. അമ്പലത്തിൽ വന്നപ്പോഴില്ലേ ലെസ്റ്ററിനെ വിളിച്ചൊരു മിഷൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, നമുക്ക് ഏതായാലും ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോവാം. ലെസ്റ്ററിൻ്റെ വീട് വില്ലേജിലായിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് ഏതായാലും ഇപ്പോൾ കത്തിച്ചു വിടാം. എൻ്റെ കയ്യിൽ ബുക്കാട്ടിയാണുള്ളത്. അത്യാവശ്യം ഭയങ്കര സ്പീഡാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഒരു കാറടിച്ച് മാത്രം മിഷനാ, അതുമാത്രം പറയുന്നുണ്ട്. എന്ത് കാറാ, എവിടുത്തെ കാറാ, എങ്ങനത്തെ കാറാന്നൊന്നും പറയുന്നില്ല. നമുക്ക് അതിപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. ആ എന്താ ലെസ്റ്ററേ? എടാ ഞാൻ പറഞ്ഞില്ലേ ഒരു കാറ്, അത് ഡയമണ്ട് കാറാന്ന് എനിക്ക് അറിയാൻ പറ്റിയേ. ഏത് കാറെന്നറിയോ? ഇല്ലടാ, മോളൊന്നും എനിക്കറിയില്ല. അതൊന്നും അറിയണ്ട. എൻ്റെ കയ്യിലൊരു ഡ്രോൺ ഉണ്ട്, അത് ഞാൻ നിനക്ക് തരാം. അപ്പോൾ നീ അത് ഡ്രോണൊന്നും വേണ്ട ലെസ്റ്ററേ, ഡ്രോണൊന്നും വേണ്ട. നീ ലൊക്കേഷൻ മാത്രം പറഞ്ഞാൽ മതി, ഞാൻ അടിച്ചു വെച്ചിക്കോളാം. എടാ അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അംബാനീൻ്റെ വീട്ടിലാണ് വരുന്നേ. നീ വേഗം പോ എൻ്റെ വീട്ടിലേക്ക്. ഇപ്പോൾ വരടാ, ഒരു 5 മിനിറ്റ് ഇതാ വരുന്നു. കുറയ്ക്കണം. ഓക്കെ ഗൈസ്, ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേ പാട്ടൊക്കെ ഇട്ടുട്ടാ. നമുക്ക് ഈ ലെസ്റ്ററിലേക്ക് പോവാം. ലെസ്റ്ററേ, എന്താണ് വിളിച്ചേ? ഇതിനാണ് ലെസ്റ്റർ കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഡ്രോണിൽ ഷോട്ട് ചെയ്ത വിഷ്വൽസാ. എടാ ഫ്രാങ്ക്ലിനെ, നീ നോക്കിക്കോ. ഇതാണടാ കാറ്. ഓ, ഇത് ചെറുതാണല്ലോ. അതും ഡയമണ്ട് കളറടാ. നിനക്കത് അടിച്ചു മാറ്റണ്ടേ? ഓക്കേടാ, നീ വേഗം പോ. എടാ ഫ്രാങ്ക്ലിൻ, വേഗം പോടാ. ഓക്കെ വേഗം. അംബാനി ഇപ്പോൾ ഒരു ഊട്ടിക്കൊരു ട്രിപ്പ് ഉണ്ട് കേരളത്തേക്ക്. അത് പോകുന്നതിന് മുന്നേ ആളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ഊട്ടിക്കൊന്നുമല്ല, എടുക്കാന്ന് എനിക്കറിയില്ല. അയാൾ പോകുന്നതിന് മുന്നേ വേഗം പോ. വേഗം. ഓക്കേടാ. ഓ, വഴി പോലും മറന്നു. ഇങ്ങോട്ടേക്ക് പോവാ. ഇതെവിടെയാണ്? അടുത്താണ്. ഇവിടെ അടുത്തൊക്കെ ആയിട്ടാണ് അംബാനിൻ്റെ വീട്. ഇതാണ് നമ്മുടെ അംബാനിൻ്റെ വീട്. അംബാനി മാമൻ. ഇതാണ് നമ്മുടെ വീടും വണ്ടിയും. പോളി CCTV വിഷ്വൽസ് ഉണ്ടായിരുന്നു. പോലീസാണ്. അയ്യോ, ഇവരെ തല്ലിക്കല്ല വരുന്നേ. ഇത് പിന്നെ ഒരു ഡയമണ്ട് കാറാ. അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ വെക്കണം. ഷോപ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒരു കോഞ്ചിക്കുണ്ട്, അതെടുത്ത് രക്ഷപ്പെട്ടിട്ടില്ലേ, ഒന്നും കൂടി ടെറസ് എടുത്ത് പോവാ. ഫ്രാങ്ക്ലിനെ വിളിക്കാം. ഫ്രാങ്ക്ലിനെ, നിന്റെ ഒക്കെ കേട്ടു. എടാ അതെടുത്ത് പോകരുത്. ഈ കാറ് പമ്പാനി ചിലപ്പോൾ എടുത്തോണ്ട് പോറ് പിടിക്കുന്ന സീക്രട്ടായി വെച്ചാലോ. ഓക്കെ, ഇപ്പൊ വേഗം പോ. ജുറാസിക് പാർക്കിൽ പോകണ്ട. ഓ, ഇതെന്തായാലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ലെസ്റ്ററേ. അത്യാവശ്യം പൈസയും ഒരു നോർമൽ ടെറസാൻ്റെ ചെറിയ സ്ക്രാച്ച് നീന് 1 കോടിയാ. നീ വേഗം രക്ഷപ്പെട്, എന്നിട്ട് തന്നെ വിളിച്ചാൽ മതി. ഓക്കേടാ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ജുറാസിക് പാർക്കിൽ പോകണ്ട കേട്ടോ. അവിടെ പോവാനേ ഒരു ലൈസൻസ് ഉണ്ട്, അത് ഇപ്പോൾ ഒപ്പിടേണ്ടി വരും. അതൊപ്പൊന്നും ഇടാൻ സമയമില്ല. വേറെ എവിടെയെങ്കിലും പൊക്കോ. ഓക്കേടാ, ഞാൻ എൻ്റെ വീട്ടിലേ ഒളിപ്പിക്കാൻ പോവാ. വേണ്ട
നീ ഈ വണ്ടി സീക്രട്ടായിട്ട് ഒളിപ്പിച്ചോ. ചോക്കളോ നീ വേറെ രക്ഷപ്പെട്ടിട്ട് പറ. ഓ നമുക്കിവിടെ ഈ ബെന്നിയുടെ ഷോപ്പിൽ കയറ്റാൻ പറ്റും. ഇറങ്ങിപ്പോളാ എൻ്റെ ഷോപ്പിൽ നിന്ന്. പോടാ എൻ്റെ ഷോപ്പ്. എന്നെ പോലീസ് പിടിക്കും. ടെമ്പിൾ എടുക്കാം. അയ്യോ അയ്യോ അമ്മേ. അയ്യോ ഓക്കെ ഗൈസ് എന്ന് വെച്ചിട്ട് പണിപ്പാളി. അയ്യോ അയ്യോ ടെറസ് അപ്പട്ട കിടക്കണം. അങ്ങ് ദൂരെയാണ്. വലിയൊരു ഇടിയോടാണ്. ഇതിന് വെടിവെക്കലുണ്ട് ഉള്ളത്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ മേത്ത് ചോര മാറുണ്ട്. Go fast. നമുക്കൊന്ന് ചാടാം. വേറെ വഴിയൊന്നുമില്ല. അയ്യോ ഇത് നന്നാ മതിയായിരിക്കും. ഞാൻ സേഫായിരിക്കും. അവിടെ ഒരു അപ്പാച്ചി. എടാ അപ്പാച്ചി എടുത്ത് രക്ഷപ്പെടാനല്ല വണ്ടി എടുത്ത് രക്ഷപ്പെടാ. എനിക്ക് ഓടാൻ പറ്റതുണ്ട്. എവിടെ വീണേ? വണ്ടി പിടിച്ചു. ഞങ്ങൾ വണ്ടി പിടിച്ചു വെച്ചു. അവിടെ നിന്ന് എനിക്ക് ദൂരെ കാണാറുണ്ട്. എടാ അവന്മാര് ഒരു പേടിപ്പിക്കുക. നീ വേഗം പോ. ജസ്റ്റ് എനിക്ക് ഇത്ര സ്പീഡേ ഉള്ളൂ. ചാടിച്ചോടി പോ. ഓ മാറും. ചെയ്തത് പോലീസിന്റെ വട്ടിയില്ലാത്ത വാക്കിയ. ഇനി കൂടി ഒരു കുറവുള്ളൂ. ഓ എന്നാ ബാലു സാറും ഇല്ല. ബാലു സാറുണ്ടായതെങ്കിലും ഓ ചുമ്മിൻ്റെ മേല്. പോലെ നമുക്ക് ഇന്ന് നേരെ പെന്നിയുടെ ഷോപ്പിൽ പോവാം. നമുക്ക് അവിടെ നിന്ന് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാം. എടോ ഇനി ഈ വണ്ടി റിപ്പയർ 5 കോടിയാവും. അത് ഒരു കുഴപ്പമില്ലല്ലോ അത്രേ. എൻ്റെ ഇഷ്ടപ്പെടും. 5 അല്ല 25. ഒരു കുഴപ്പമില്ല. 24 കോടിയുടെ ടൈം. വണ്ടി സർവീസ് ചെയ്യാൻ തന്നെ 20 കോടി വരും. അത്രേ ഉള്ളൂ. ഇതൊരു മാസം സാലറി ഉണ്ടല്ലോ 100 കോടി. എന്നാ റിപ്പയർ പാർട്സ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ വണ്ടിയുടെ 20 പീസ് മാത്രമേ ലോകത്തുള്ളൂ. പക്ഷെ ബെന്നിൻ്റെ കയ്യിലേ ഇത് ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഓയോ എന്താണോ ഫ്രാങ്ക്ലിന്. എന്നൊരു കാര്യം ഇടിച്ച് എൻ്റെ ഇതും കൂടി പൊളിക്ക്. എൻ്റെ വർക്ക്ഷോപ്പ് ഫ്രാങ്ക്ലിനാണ്. ഞാനൊരു കോർന്ന് വെച്ചോട്ടെ. ഇങ്ങനെയാണെങ്കിൽ തനി നിനക്ക് ഒരു കാര്യം ചെയ്താൽ പോരെ. എൻ്റെ വർക്ക്ഷോപ്പ് ഒന്ന് ഇടിച്ച് നശിപ്പിച്ചാൽ പോരെ. എടാ ബെന്നി ഇതൊന്ന് റിപ്പയർ ചെയ്ത് തരൂ. ഓക്കേടാ. ഓക്കെ ഓക്കേടാ. ഞാൻ എന്താ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ എന്നാലും ശരി. പിന്നെ കാണാം. ഇത് ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലായിരിക്കട്ടോ നിർത്തുക. ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തൂല. കാരണം എൻ്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ.
നമുക്ക് വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ കയറ്റാം. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയായിരിക്കും, അവിടെയാണ് എൻ്റെ വീട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഈ വണ്ടി കയറൂല, കണ്ടില്ലേ അവിടെ സ്റ്റെപ്പാണ്. ഞാൻ സ്റ്റെപ്പ് വെച്ചോണ്ട് അത് കയറൂല, അതുകൊണ്ട് അത് പൊട്ടിച്ചിട്ട് കൊണ്ട് വരേണ്ടി വരും. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ തുമ്മി പുകാട്ടിക്കാർ എന്താണിത്? ഒരു ഡ്രിങ്ക് വാങ്ങി കുടിച്ചാലോ? അല്ല അത് ചായ ഷോപ്പാ. എടോ നീ എന്താ കാണിക്കണ? അംബാനീൻ്റെ പരിസരത്തേക്ക് കൂടി പോകുന്നോടാ. ഒരു ഒരാൾ പോലീസിനോട് പറയുന്നു, പറയും വേഗം കൊടുത്ത സ്ഥലം വിട്ടോ. ഞാൻ പോയി. അതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലത്. നീ എന്താണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. ആ നിന്റെ വീട്ടിൽ തന്നെ ഞാൻ വരുന്നേ. എന്നിട്ട് നീ ഇപ്പൊ പെട്രോൾ പമ്പിലേക്ക് ഞാൻ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിക്കുന്നു. അംബാനി DH ആണ് കൊടുത്തിരുന്നത്, എന്ന് വെച്ചാൽ ഡൽഹി. ഞാനത് KL ആക്കി. ഇത് ഇവിടെ KL ആക്കിയില്ലേ? ഞാൻ KL ആക്കി. നമ്പർ പ്ലേറ്റ് ഒക്കെ ഞാൻ മാറ്റി. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ RCF ബുക്കും കൂടി ഞാൻ മാറ്റിക്കണം. ഇതിൻ്റെ RCF ബുക്ക് അടക്കം ഞാൻ മാറ്റിക്കണം. ഓക്കേടാ. ഫ്രാങ്ക്ലിനെ നീ എവിടാ പോ? എടാ ഞാൻ നിന്റെ വീടിൻ്റെ മുറ്റത്തുണ്ടാ. കേറി വാ. എടാ ഇതാണ് വണ്ടി. എന്താളൊന്നു എടാ നോട് റോട്ടിൽ വർക്കല്ലേ ആരെങ്കിലും കൊണ്ട് ഞാൻ കുറച്ച് എടാ നെസ്റ്റേ, നിന്നോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താണോ ഫ്രാങ്ക്ലിനെ? നീയില്ലേ എനിക്കിന്ന് നീ വീടിൻ്റെ അടുക്ക് പോവാ. എടാ എനിക്കൊരു ഗിഫ്റ്റ് തരുമോ നീ? ഒരു വീട്, ഒരു ഹൗസ്. ഇല്ലടാ ഇവിടെ വീടൊന്നുമില്ല, അതാണ് ഞാൻ തരാത്തെ. ശരിയാടാ നീ പൊക്കോ. എടാ ലെസ്റ്ററെ, എനിക്കൊരു പഴയ വീടുണ്ടായിരുന്നില്ലേ UK-ൽ, ആ വീട് എങ്ങനെയെങ്കിലും കിട്ടാനൊരു അതിപ്പോ അത് നീ കിട്ടൂല. പ്ലീസ്. എടാ ഞാൻ നോക്കാം. കിട്ടുകയാണെങ്കിൽ വിളിക്ക്. ശരി എന്നാ. എടാ എങ്ങോട്ടാ? നീ വണ്ടി ഇവിടെ വെച്ചിട്ടോ. അത് ശരിയാ, ഞാൻ ഒന്ന് ഉള്ളിലേക്ക് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത പാർട്ടായിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്തായാലും അമർത്തുക. 10 വീഡിയോ ബൈ.